ആക്ച്വലി മിണ്ടുവോ? ഷെർലി സുധീർ സിനിമയിൽ പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയത് ഞാൻ എപ്പോഴേ പോയിരുന്നു. താല്പര്യം ഉണ്ടായിട്ട് ആരും വന്ന് ചോദിച്ചിട്ടില്ലല്ലോ എന്ന് എന്തായാലും എനിക്കൊരു ദിവസം വരും. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് കാഴ്ചകൾ കണ്ടാലോ? മോർണിംഗ് പരിപാടികൾ, മോർണിംഗ് ഡ്യൂട്ടീസ് കണ്ടാലോ? എന്താ ഗ്ലൗസ് ഒക്കെയോ? ഞാൻ ആരും ഓപ്പറേഷൻ ചെയ്യാൻ പോയില്ല. ഞാൻ പുല്ല് പറിക്കാൻ പോകണം. പുല്ല് പറിക്കുമ്പോ പ്രത്യേകിച്ച് എന്റെ കയ്യിലൊന്നും ആവരുത്, മുള്ളു കൊള്ളാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും. അപ്പൊ ഞാന് സ്വാഭാവികം പതിവ് പോലെ തന്നെ അടിച്ചു വരികയാണ്. ഫ്രണ്ട്സ്, ഞാൻ പുല്ല് പെട്ടെന്ന് പറിക്കട്ടെ. കുറെ ഉണ്ട് പറിക്കാൻ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോർണിംഗ് ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ രാവിലെ തന്നെ കപ്പ വേവിച്ചു കേട്ടോ, ഇളക്കിയിട്ടില്ല. പിന്നെ കപ്പ വേവിച്ചതും ബീഫ് കറിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ? അതുകൊണ്ടാണ് ഗ്ലൗസ് ഇട്ടേ. നല്ല ചുരുണ്ട്. എന്നിട്ട് ഇവിടൊക്കെ ഒന്ന് കഴുകണം. എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്, എവിടുന്ന് തുടങ്ങാന്നറിയില്ല. ആ സാധനം എടുത്തോണ്ട് റെഡ് സാധനം കണ്ടില്ലേ? ഇപ്പൊ തന്നെ കയ്യിൽ മണ്ണായി. അതിനെന്താ? മണ്ണല്ലേ, അപ്പിയൊന്നും അല്ലല്ലോ. എന്നാ ഞാന് പെട്ടെന്ന് ആ സാധനം. ഏത് റെഡ്? റെഡ് സാധനം മൊറോ. ഫ്രണ്ട്സ്, എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ഇപ്പൊ ഞാൻ കപ്പ കുഴയ്ക്കുകയാണ് കേട്ടോ. കപ്പ കുഴയ്ക്കാൻ അത്യാവശ്യം ശക്തി വേണം എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. ഇതെങ്ങനെ കുഴയ്ക്കോ? അങ്ങനത്തെ കപ്പയും പോർക്കാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം. നാളെയാണ് ഈസ്റ്റർ. ഇന്ന് ശനിയാണ് കേട്ടോ. ഇന്ന് തന്നെ ഈ വീഡിയോ ചിലപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഫ്രണ്ട്സ്, ഞങ്ങള് എൻ്റെ സ്കൂള് പൂട്ടിയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ സ്കൂൾ പൂട്ടിയിട്ട് ഇതുവരെ ഇവിടെ പോയിട്ടില്ല, ട്രിപ്പ് പോയിട്ടില്ല, എങ്ങോട്ട് പോയിട്ടില്ല. എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം, എക്സാം കഴിഞ്ഞതിന്റെ തലേന്ന് പറഞ്ഞിരുന്നു നാളെ നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകണം. കാരണം എന്താ വെച്ചാൽ പിന്നെ പോവാൻ എന്താ വെച്ചാൽ DMOക്ക് എക്സാം ആയതുകൊണ്ടാണ് എങ്ങോട്ടും പോവാഞ്ഞത്. ഇനി എന്താ പ്ലാന്? ഇനി ഞാൻ പപ്പേനോട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്, എന്താ എങ്ങോട്ടേലും പോവാറുണ്ട്. അപ്പം അടുത്ത വർഷം എങ്ങോട്ടും പോകാൻ പറ്റുണ്ടാവില്ല. +1 കഴിഞ്ഞ് എനിക്ക് 10 കഴിഞ്ഞ് അല്ല 9 കഴിഞ്ഞ് 10ക്കുള്ള ഒരു വെക്കേഷൻ ഇല്ലേ, അതില് മീൻസ് നമ്മള് ബുക്ക് വാങ്ങാത്ത ആ ഒരു 6 ദിവസം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞങ്ങൾ ട്രിപ്പ് പോയേന്നു. പക്ഷെ അന്ന് പറയുമ്പോ ഞങ്ങൾ തിരിച്ചു വരുമ്പോ പഠിക്കണം, അങ്ങനത്തെ ആ ഒരു ട്രിപ്പേ അന്ന് പോയത്. ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 6 ദിവസത്തിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. കാരണം ആ ടൈമിൽ ഷൂട്ടും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ല, വീട്ടിൽ തന്നെയായിരുന്നു, എങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോ 2-3 മാസം ലീവ് ഉണ്ടാവും, അപ്പൊ എങ്ങോട്ടെങ്കിലും പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെ, ഞങ്ങളിപ്പോ ആകെ പോയത് കോഴിക്കോടാണ്. അത് നമ്മളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ, എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് പോയത്. പക്ഷെ ഞങ്ങള് ട്രിപ്പ് എന്നുള്ള ഒരു രീതിയിൽ ഇപ്പൊ എങ്ങോട്ടും പോയിട്ടില്ല. ആളെ പറമ്പിന്ന് പഠിച്ചോ? നാടൻ പെപ്പ ഞങ്ങളുടെ ആക്ടർ ഗംഗാധരേട്ടൻ സ്പോൺസർ ചെയ്താണ്. വില്ലന്റെ അസിസ്റ്റന്റ്. പിന്നെ മറ്റേ കോഴി പിടിക്കലിന്റെ അതെ, കോഴി മാമനില്ലേ, ശങ്കരമാമൻ, ചീത്തക്കാരൻ. അതെ, മർഡർ കേസ് ന്യൂ എപ്പിസോഡ് അന്ന് ഇറങ്ങും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും ഇത് ഇറങ്ങിയിട്ടുണ്ടാവും. ആണോ? അപ്പൊ നിങ്ങൾ കണ്ടു നോക്കാം. എല്ലാരും വെയിറ്റിംഗിലാണ്. പുതിയ വെബ് സീരീസ് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിന്റെ പേരെന്താ? അത് ദ സിഐഡീസ്. പണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, CID അർജുന നിക്കി. അതിന്റെ ഒരു സീസൺ 2 പോലെ, പക്ഷെ വേറെ അടിപൊളിയാണ്. അത് നിങ്ങൾ വിചാരിക്കണം വമ്പൻ കാസ്റ്റിംഗ്, ഓരോ ആൾക്കാർ ഭയങ്കര നല്ല രസം. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ എടുക്കുന്നത്. കൂടുതൽ ആൾക്കാരുണ്ട്, നിങ്ങൾ കണ്ടോക്കെ കണ്ടോക്ക്. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്ലാനിങ്ങിലുണ്ട്, അത് കിട്ടുന്ന ഷൂട്ട് തുടങ്ങാം. എന്നാലും വെക്കേഷൻ നിങ്ങൾക്ക് വീഡിയോ ഇല്ലായിരിക്കില്ല, ഇടേന്ന് വന്നുകൊണ്ടിരിക്കും. ഞങ്ങള് 5 എപ്പിസോഡും ഒറ്റയടിക്ക് എടുത്തു വെച്ച് ഇപ്പം അത് എഡിറ്റ് ഒരു മാസം കൊണ്ട് കഴിഞ്ഞ തുടങ്ങിയ മാർച്ചിൽ തുടങ്ങിയത് ഇന്നലെയാണ് തീരുന്നത്.
ഫ്രണ്ട്സ് ചായക്കുള്ള വെള്ളം തിളച്ചു. അപ്പൊ ചായപ്പൊടി ഇടട്ടെ. അതിരട്ടോ ഫ്രണ്ട്സ് കട്ടിയുണ്ടാവും. ഞാൻ ആദ്യം കഴിക്കണം. ഇവരൊന്നും കാണാനില്ല. കപ്പയും ബീഫും ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷൻസ് ആണ്. കട്ടൻ ചായയും. കട്ടൻ ഞങ്ങൾ ഇന്നലെ വാഴ കാണാൻ പോയായിരുന്നു കേട്ടോ. വാഴ 2 അടിപൊളി എന്ന് പറഞ്ഞാലേ സൂപ്പർ സിനിമ. സൂപ്പർ. അതിന് മോശം അഭിപ്രായം പറയാത്ത ആരും അല്ല പറയണം, ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചില്ല. ഡയലോഗോ ഇപ്പൊ പറഞ്ഞൊരു സാധനം തെറ്റാ. മോശം അഭിപ്രായം പറയാത്തവരാരും, നല്ല അഭിപ്രായം പറയാത്തവരാരും. അങ്ങനെ പറയണം, അങ്ങനെ പറയണം. അല്ലെങ്കിൽ പിള്ളേർക്കും പറയുന്ന ആൾക്കാർ വിചാരിച്ചു. ഫ്രണ്ട്സ് ഫുഡൊക്കെ കഴിച്ചു. പാത്രം കഴുകുകയാണ്. എല്ലാവരും പാത്രം ഉണ്ട് ഗൈസ് കഴുകാന്. ഇനി പാത്രം കഴുകി കഴിഞ്ഞിട്ട് തുടയ്ക്കാനുണ്ട്. തുടച്ച് കഴിഞ്ഞിട്ട് തുണി വിരിച്ചിടാറുണ്ട്. മുകളിലും താഴെ തുടയ്ക്കണം ഗൈസ്. മോളിൽ ആരാണ് കിടന്നുറങ്ങാൻ പോണെന്ന് എനിക്കറിയില്ല. മോളെന്നും തുടയ്ക്കണം ഗൈസ്. നിങ്ങളൊക്കെ വീട്ടിൽ എന്നും തുടയ്ക്കാറുണ്ടോ? ഞാൻ ഒന്നരാടം തുടയ്ക്കണം. ഞാൻ വിചാരിക്കും എന്തിനാ ഇപ്പം എന്നും തുടയ്ക്കണേ? ഒന്നരാടം തുടച്ചാ പോരെ അല്ലേ? എന്നും തുടയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? ഉണ്ട്, നമ്മളെ വീടല്ലേ. എന്നാലും നമ്മളെന്നല്ലേ ഉള്ളൂ വീട്ടില്. ഞങ്ങൾക്ക് വാഴാറ്റ് ഒന്നുകൂടെ കാണണമെന്നുണ്ട്. അർജുമാവനും പറഞ്ഞു കാണണമെന്ന്. അർജുമാവനൊക്കെ ഇങ്ങനെ ഒരു സിനിമ രണ്ടാമത്തെ വട്ടം കാണണമെന്ന് പറയണത് ഭയങ്കര അപൂർവമാണ്. അപ്പം എനിക്കും അമ്മയ്ക്കൊക്കെ കാണണമെന്നുണ്ട് ഗൈസ്. എനിക്ക് ഏറ്റവും കാണണം എന്നുള്ളത് ആ ഒരു സെക്കൻഡ് ഹാഫാണ്. എനിക്ക് ആ സെക്കൻഡ് ഹാഫ് ഭയങ്കര മറ്റേ നമ്മളിങ്ങനെ സ്പൈഡർമാൻ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ സോൾ ഇങ്ങനെ പോണില്ലേ, ആ ഒരു സാധനം ഗൈസ്. ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ തുണി വിരിച്ചിടലൊക്കെ കഴിഞ്ഞു. ഇനി തറ തുടയ്ക്കലാണ് പണി. ഫ്രണ്ട്സ് അലക്കാനുള്ള ഡ്രസ്സാണ്. എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ അലക്കും. ബാക്കി വാഷിംഗ് മെഷീനിൽ ഇടും കേട്ടോ. അമ്മ അവിടെ പുല്ല് വയ്ക്കാനേ. ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്ന എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഞാൻ പറയാണ്, നിങ്ങളെ വീട്ടിലെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യണം. ഇതുപോലത്തെ ഓരോ ഹെൽപ്പ് ചെയ്യണം. അവർ ചിലപ്പോൾ വേണ്ട ഹെൽപ്പ് ചെയ്യണ്ട പറയും. പക്ഷെ അത് ഹെൽപ്പ് ചെയ്യണം. അവർക്ക് ഭയങ്കര സന്തോഷമാവും. ഞാൻ തന്നെ ഇവിടെ ഇത് അടിച്ചു വരാനും തുടയ്ക്കാനും എല്ലാ ഇതും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, ഓ എനിക്ക് സന്തോഷമായി. അതിന് എന്നോട് പറയാം അമ്മ, എനിക്ക് സന്തോഷമായി, ദൈവം ഇങ്ങനെ പണിയെടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം എനിക്ക് മനസ്സിലായി എല്ലാ പാരൻസിനും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റെസ്റ്റ് ടൈമാണ്. നമ്മളവിടെ ഡ്രോയിങ്ങിലാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മളെ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ കമൻസ് വായിക്കുകയാണ്. ഞങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ദേവ് ചേച്ചി റിപ്ലൈ താ പറഞ്ഞിട്ട്. ആക്ച്വലി ഈ DD വ്ളോഗ്സിൻ്റെ അക്കൗണ്ട് ഉള്ളത് പപ്പേൻ്റെ ഫോണിലാണ്. ആ പപ്പേൻ്റെ ഫോൺ നമുക്ക് എപ്പോഴും കിട്ടൂല. കാരണം പപ്പ വർക്കിൻ്റെ ആവശ്യത്തിനും അതിൻ്റെ ആവശ്യത്തിനൊക്കെ പപ്പേൻ്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പപ്പേൻ്റെ ഫോൺ കിട്ടൂല. നിങ്ങൾക്ക് റിപ്ലൈ തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അമ്മേൻ്റെ ഫോണിൽ നിന്ന് തരാം. അത് യൂട്യൂബ് കിച്ചൺ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും ഗൈസ്. കാരണം ഞാൻ അമ്മേൻ്റെ ഫോണാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അമ്മേൻ്റെ ഫോൺ എപ്പോഴും അവൈലബിൾ ആണ്. നമ്മളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഫോണാണെങ്കിൽ പോലും അതിൽ നമ്മുടെ പിന്നെ DD വ്ളോഗിന്റെ അക്കൗണ്ട് ഇല്ല ഇതില്. അപ്പൊ അതൊന്നും നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഇതിലാണ് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ കമന്റുകൾ കാണുമ്പോൾ റിപ്ലൈ കൊടുക്കാൻ തോന്നും കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ നിവൃത്തിയില്ല. ഇതിപ്പോ ഏത് വീഡിയോന്റെയാണ് കമന്റ് വായിച്ചിരുന്നത്? ഈ അക്കൗണ്ടിൽ നിന്ന് കമന്റിന് റിപ്ലൈ തരാ ഗൈസ്. ഇതാണ് കണ്ടോ, ഈ അക്കൗണ്ടിൽ നിന്ന്. ഇത് അമ്മേന്റെ ഒരു പഴയൊരു അക്കൗണ്ടായിരുന്നു. ഇപ്പൊ അത് ആക്റ്റീവ് ഒന്നും അല്ല. പക്ഷെ എന്നാലും ദേവുന്റെ റീൽസ് ഒക്കെ ഞാൻ അതിലിടുന്നുണ്ട്. ഇത് ഏത് അഭിമാന്റെ ബർത്ത്ഡേന്റെ ആണോ? അല്ല, അതിന് താഴത്തെ വെക്കേഷൻ വീട്ടുപണി. അപ്പൊ ഞാൻ കമന്റ് വായിക്കാണ്. മർഡർ കേസ് പാർട്ട് 2 വേഗം അപ്ലോഡ് ചെയ്യണേ. അത് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യും. ഈ വീഡിയോ നാളെ അല്ലേ ഇടുള്ളൂ? ഇന്നിടുവോ? അപ്പം ഇന്ന് അപ്ലോഡ് ചെയ്യും. അതിന്റെ പണിപ്പുരയിലാണ്. ഇത് ഇടുന്ന ദിവസം തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് എടുത്തത്. ഇത് മോർണിംഗ് വ്ളോഗ് ആണ്, ഡേ ഇൻ മൈ ലൈഫ് അല്ല. അപ്പം ഇന്ന് മർഡർ കേസ് പാർട്ട് 2 വരും.
എനിക്ക് ആക്ച്വലി മിണ്ടുവോ ചോദിച്ചവര് ഷിർലി സുധീർ. അത് ചിലപ്പോ പാരന്റ്സിന്റെ ഫോണിൽ നിന്നായിരിക്കും അയച്ചത്. ദിയാദേവു ഇഷ്ടമുള്ളവർ ലൈക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ. എല്ലാ എപ്പിസോഡും കാണുന്നവർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് മീൻസ് വേറെയുള്ളവർക്കാണ് നമുക്കെല്ലാം. മൈ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇത് ഇപ്പൊ വാപ്പാന്റെ പേരുകളാണേ. അബ്ദുൽ മുത്തലിബ് പുത്തു. എനിക്കറിയില്ല, അല്ല ഇത് ടൈം ലൂപ്പ് ഫൈനൽ എപ്പിസോഡ് ഉണ്ടോ. എനിക്ക് ടൈം ലൂപ്പ് മീൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയെന്നാണ് കണ്ടത്. അത് ഫസ്റ്റ് തൊട്ട് കണ്ടവർക്കൊക്കെ കഥ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് 1-2 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ടൈം ലൂപ്പ് എപ്പിസോഡ് ഇട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ അതിന്റെ കഥ വെച്ച് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഇച്ച് കാണലില്ലെന്നും പറഞ്ഞു. അതില് എന്താ ഫസ്റ്റ് തൊട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ഇത് നമ്മള് ഫൈനൽ എപ്പിസോഡ് സ്ക്രിപ്റ്റ് ഉണ്ടോ? സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ലല്ലോ. ലൂപ്പില്ലേ? ഇനി അത് വരും, ഇനി അത് ഇറങ്ങുന്നുണ്ട്. വേർ ആർ യു ഫ്രം? ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിലാണ്. പൂക്കോട്ടുംപാടം. മർഡർ കേസ് എന്താ ബാക്കി? എല്ലാവർക്കും മർഡർ കേസ് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പപ്പ പറഞ്ഞതാ, കമന്റ് വായിച്ചിരുന്നു പപ്പ, ബ്ലാക്ക് ഡോഗിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് മർഡർ കേസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് എനിക്ക് അഭിനയിച്ചതാണെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എൻ്റെ അഭിനയം എനിക്ക് ഇതിന്ന് ഭയങ്കര ഇഷ്ടമായി. വെക്കേഷൻ ആയിട്ട് ഉച്ചയ്ക്ക് വരെ കിടന്നുറങ്ങുന്നവരുണ്ടോ? ഞാൻ ഉച്ച വരെ കിടന്നുറങ്ങും. എനിക്ക് ഉറക്കം വരലില്ല. 9 മണി 9:30 ഒരു 9:30 ആകുമ്പോഴത്തേക്കിനും എനിക്ക് പിന്നെ ചുറ്റുള്ളതൊക്കെ കേൾക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റൂല എനിക്ക്. പിന്നെ എങ്ങനെയാ 11 മണി വരെ കിടന്നുറങ്ങണേ? എനിക്ക് 9:30 ആകുമ്പോ ഞാന് ബോധം വരും, പക്ഷെ കണ്ണുറക്കാൻ പറ്റൂല. എനിക്ക് ഒക്കെ കേക്കാം, പക്ഷെ എനിക്ക് കണ്ണുറക്കാൻ പറ്റൂല. അങ്ങനെയുണ്ട്. കണ്ണുറക്കാൻ പറ്റാത്തതാണെങ്കിൽ ഒരു ദിവസം മൊത്തം കിടന്നുറങ്ങും. ഏപ്രിൽ ഫൂൾ സ്റ്റോറി ഇട്ടില്ല, ഷോർട്ട് ഫിലിം ആയിരിക്കും. നമ്മളെല്ലാ വർഷവും ഏപ്രിൽ ഫൂളിന്റെ ഷോർട്ട് ഫിലിം ഇടലുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഇട്ടിട്ടില്ല. പിന്നെ ക്രിസ്മസിന്റെ ഇപ്രാവശ്യം ഇട്ടിട്ടില്ലല്ലോ നമ്മള്. ഇല്ല, ഇപ്രാവശ്യം ക്രിസ്മസിന്റെ ഇട്ടിട്ടില്ല. ദേവ് പേടിക്കണ്ട, എന്റെ അവസ്ഥയും ഇത് തന്നെയാ. സ്കൂൾ എക്സാം കഴിഞ്ഞ് വന്നപാട് എന്റെ ഉമ്മ പറന്നു പോയി വേഗം വൃത്തിയാക്കുന്നു. എക്സാം കഴിയാൻ പറന്നു പോയി വേഗം വൃത്തിയാക്കിയെന്ന് മനസ്സിലായില്ല. സംഭവം മനസ്സിലായി. എക്സാം കഴിയാൻ കാത്തു നിൽക്കുന്നു. അപ്പൊ എല്ലാരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലേ അവസ്ഥ. അതാരാ? ഹഫ് സത്തിൽ യാസ് 2862. ട്രിപ്പിനൊന്നും പോകുന്നില്ലേ? ഇതന്നെയാണ് ഗൈസ് എന്റെ അവസ്ഥ. ട്രിപ്പിനൊന്നും അതന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ട്രിപ്പിനൊന്നും പോകാനായില്ലേ? നാളെ പോണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പോണം. ഞാൻ ആ സീരീസ് എങ്ങനെയെങ്കിലും പോകുമല്ലേ ചോദിക്കുമ്പോ പപ്പ എങ്ങട്ടാ പോണ്ടേ? നിങ്ങൾ പറയാം എങ്ങട്ടാ പോണ്ടേ? നമ്മക്കിപ്പോ എങ്ങട്ടാ പറയും. ഞാൻ പിന്നെ ഫസ്റ്റ് ഒന്ന് ഊട്ടി പോവാ അങ്ങനെ പറയൂ. നമ്മള് പിന്നെ അവിടെ അടുത്ത് പോവാന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം, എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലം ഊട്ടിയാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. നമുക്ക് അവിടെയെങ്കിലും പോവാലോ, നമ്മൾ കാണാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ. ഞാൻ ആ സീരീസിന്റെ പേര് പറഞ്ഞപ്പോ നോക്കാൻ പോയി, കാരണം ഞാൻ അത് കണ്ടിട്ടില്ല. മർഡർ കണ്ടിട്ടുള്ളൂ. പിന്നെ അമ്മ പറഞ്ഞപ്പോൾ ആ മനസ്സിലായത്. എനിക്ക് തോന്നുന്നു മർഡർ കേസ് നമ്മൾ ഇതില് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വ്ലോഗിൽ നമ്മൾ പറഞ്ഞേന്നു തോന്നുന്നു. പറഞ്ഞേന്നോ? ഇതിന്റെ ഷൂട്ട് എന്തോ പറഞ്ഞേന്നു. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് കാണാൻ പോയത്. ഫ്രഞ്ച് നെയിൽസ് ചെയ്യുന്ന വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മള് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് എല്ലാ നെയിൽസിലും, നല്ല നെയിൽസ് വേണം കേട്ടോ, നെയിൽസിൽ ഇടുക. എന്നിട്ട് നമ്മളെ ഈ അറ്റുണ്ടല്ലോ, കുറച്ച് വൈറ്റ് കളർ കാണുന്ന ഈ അറ്റുണ്ടല്ലോ, അവിടെ നമ്മള് വൈറ്റ് നെയിൽ പോളിഷ് അവിടെ മാത്രം കറക്റ്റ് ആക്കിയിട്ട് ഇടുക. പിന്നെ അതിന്റെ മുകളിൽ ഒന്നും കൂടെ ട്രാൻസ്പെറന്റ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രഞ്ച് നെയിൽസ് ആയി. എക്സാം ടൈമിൽ പഠിക്കാൻ പറയും, പക്ഷെ വെക്കേഷൻ ആയാൽ വീട് പണി എടുക്കാൻ അമ്മമാർ പറയുന്നു. അത് സത്യമാണ്. ദിയയുടെ ക്രോഷറ്റ് വ്ലോഗ് വേണമെന്നുള്ളവർ ലൈക്ക്. കണ്ണേ കൺമണിയെ സോങ് പാടുവോ? പക്ഷെ അത് പാടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ എന്റെ സൗണ്ടിന് അത് ഓക്കെ ആവുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല. കണ്ണേ കൺമണിയെ
എത്ര അറിയുള്ളൂ? ആ അതാ പറഞ്ഞിട്ട് വരി അറിയില്ലാന്ന്. കാട്ടു ചെമ്പകം അങ്ങനത്തെ ട്രെൻഡിങ് സോങ് പാട്, ലൈക്സ് ആൻഡ് വ്യൂസ് നല്ലോണം കൂടും. അത് ആണുങ്ങൾ പാടുന്നതാണ്. അത് എനിക്ക് പിച്ച് കിട്ടൂല. പിച്ച് കിട്ടണമെങ്കിൽ പാട്ട് പഠിക്കാൻ തന്നെ പോണം. ഇതെന്ത് അതിനൊരാൾ ചിരിക്കണത് വിട്ടിട്ടുണ്ട് ആ ഒരു സീനിന്. ആ ഫ്രണ്ട്സ്, പിന്നൊരു കാര്യം, കുറെ പേര് ചോദിക്കലുണ്ട് ദേവുവിന് എന്താ സിനിമയിൽ എടുക്കാത്ത, സിനിമയിൽ പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് പോകാൻ പറ്റിയത് ഞാൻ എപ്പോഴേ പോയിരുന്നു. ഞാനും ആലോചിക്കും കൈസ്, ഓരോ സിനിമ കാണുമ്പോ എന്താ ഈ ഡയറക്ടറും പ്രൊഡ്യൂസറൊന്നും എന്നെ കാണാത്തെ, എന്നെന്താ കാണാത്തേന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ 300 സംതിങ് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരാള് പോലും എന്നോട് ദേവു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, സിനിമയിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല? എനിക്ക് ഇത്രയും താല്പര്യം ഉണ്ടായിട്ട് ആരും വന്ന് ചോദിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം സഹിക്കാൻ പറ്റത്തില്ല ഗൈസ്. എന്തായാലും എനിക്കൊരു ദിവസം വരും, വൺ ഡേ. ഇത് പുറത്തു വിടില്ലല്ലേ, പ്രൊഡ്യൂസർ ഒന്നും കാണണ്ടല്ലേ. ദേവു സ്നാപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, റിപ്ലൈ തരുമോ? നിങ്ങൾ ചിലപ്പോൾ ദേവു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സ്നാപ്പിൽ മെസ്സേജ്, പക്ഷെ എൻ്റെ പേര് സ്നാപ്പിൽ ദേവു എന്നല്ല, മേഘന 2010 ഓർ സംതിങ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ കമൻറ്റുകളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഞാനൊരു ദിവസം കമൻറ്റ് വായിക്കാനും വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്തെങ്കിലും ഇടാം. അതിൽ നിങ്ങൾ കുറച്ച് വേണമെങ്കിൽ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു, അതിനൊക്കെ ഞാൻ ആൻസർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു വീഡിയോ ചെയ്യും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ മോർണിംഗ് വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നാൽ പോയാലോ? ഓക്കെ, ബൈ ബൈ.